ആദ്യം കമ്പത്ത് നിന്ന് രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, എങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ അവിടെ പ്രചാരണം നടക്കുന്നത്? മൂന്ന് മുന്നണികളും ഈ പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണോ? അമല്, നമുക്ക് ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ടുപരിചിതമല്ലാത്ത ഒരു കൊട്ടിക്കലാശത്തിന്റെ മാതൃകയിലാണ് ഇപ്പോൾ TVKയുടെയും ആ പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. തമിഴ്നാട്ടിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ളതുപോലുള്ള ഈ കൊട്ടിക്കലാശങ്ങളൊന്നും തന്നെ മുന്നണികൾ നടത്താറില്ല. സാധാരണ ഈ മൈക്ക് അനൗൺസ്മെന്റ് കൊണ്ട് മാത്രം 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിവിടെ അങ്ങനെയല്ല, മറ്റൊരു രീതിക്ക് കൂടി തുടക്കമിടുകയാണ് TVK എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഒരു കൊട്ടിക്കലാശത്തിന്റെ മാതൃകയിൽ വലിയ ആഘോഷത്തോടുകൂടി ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ വേണ്ടി TVKയുടെ ആളുകൾ, പ്രവർത്തകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥിയുണ്ട്. വാഹനത്തിന് മുകളിൽ സ്ഥാനാർത്ഥിയുണ്ട്. TVKയുടെ കമ്പത്തെ സ്ഥാനാർത്ഥിയാണ് ജഗന്നാഥ് മിശ്രയാണ്. അതിനൊപ്പം തന്നെ ആളുകൾ അദ്ദേഹത്തിന്റെ മാത്രമല്ല വിജയുടെ ഉൾപ്പെടെ പടങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഫ്ലെക്സുകളും പ്ലക്കാർഡുകളും ഒക്കെ ഉയർത്തി വലിയ ആവേശത്തിൽ വിസിൽ മുഴക്കിക്കൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആവേശത്തോടു കൂടി ഈ TVKയുടെ കൊട്ടിക്കലാശം നടക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് DMKയോ ADMKയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ഒന്നും ഇത്തരത്തിൽ ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന്റെ മാതൃകയിൽ ഒരു പരിപാടിയൊന്നും സംഘടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു കൊട്ടിക്കലാശം ഈ കമ്പം ടൗണിൽ നടത്തുന്നത്. അതിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതും. സ്ഥാനാർത്ഥി വാഹനത്തിന് മുകളിൽ നിൽക്കുന്നു. അതിന് മുൻപിലായി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ നാട്ടിലെ കൊട്ടിക്കലാശത്തിന്റെ മാതൃകയിൽ ആളുകൾ മുന്നിൽ വലിയ ആഘോഷത്തോടെ ഡാൻസ് കളിച്ച് ശബ്ദമുണ്ടാക്കി അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെ ഈ പരസ്യ പ്രചാരണം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളം, അത് ആ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചയും. മറ്റു പാർട്ടികളുടെ അല്ലെങ്കിൽ മുന്നണികളുടെ ഒന്നും പ്രചരണത്തിന്റെ അവസാനം ഈ രീതിയിൽ ഇവിടെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നിലവിൽ TVKയുടെ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നതും. ശരി, കമ്പത്ത് നിന്ന് രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ വിസിൽ വിളിച്ചുകൊണ്ടുള്ള പ്രചാരണം, TVKയുടെ പ്രചാരണം വലിയ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.